ഗാസയുടെ 70% പ്രദേശവും സൈനിക നിയന്ത്രണത്തിലാക്കുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി ഹമാസ് രംഗത്തെത്തി. ഇസ്രയേലിന്റെ ഈ നീക്കം നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും യുദ്ധവ്യാപനത്തിന് കാരണമാകുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്തിരിയുകയാണെന്നും ഇത് ഗാസയിലെ ജനങ്ങളെ വൻതോതിൽ കുടിയിറക്കുന്നതിന് തുല്യമാണെന്നും ഹമാസ് വക്താവ് ഹാസിം ഖാസിം കുറ്റപ്പെടുത്തി. ഗാസയിൽ പുതിയ അധിനിവേശം അടിച്ചേൽപ്പിക്കാൻ ഏതൊരു നീക്കവും നിയമവിരുദ്ധവും അസാധുവുമാണെന്ന് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബദ വ്യക്തമാക്കി. ഗാസയെ വീണ്ടും ഒരു ചോരത്തുരുത്താക്കി മാറ്റുന്നതാണ് ഇസ്രയേലിന്റെ ഈ പ്രഖ്യാപനമെന്ന് ഹമാസ് കൂട്ടിച്ചേർക്കുന്നു. 2025 ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുന്ന പ്രസ്താവനകളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾക്കായി അന്താരാഷ്ട്ര മധ്യസ്ഥരുമായ ഹമാസ് ആശയവിനിമയം നടത്തി വരികയാണ്. എന്നാൽ ഇസ്രയേലിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ സമാധാന ചർച്ചകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ഹാസിം ഖാസിം പറഞ്ഞു. ഈ വിഷയത്തിൽ മധ്യസ്ഥർ വ്യക്തവും നിർണായകവുമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതി അനുസരിച്ച് ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിൽ ഗാസയുടെ നിയന്ത്രണം 70% ഉയർത്താനാണ് തന്റെ നിർദ്ദേശമെന്നാണ് നെതന്യാഹു ചാനൽ 12 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. മുഴുവൻ ഗാസയും പിടിച്ചെടുക്കുമോ എന്ന ചോദ്യത്തിന് നമുക്ക് ക്രമമായി തുടങ്ങാം, ആദ്യം 70% എന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി. ഒക്ടോബറിലെ വെടിനിർത്തൽ കരാർ പ്രകാരം 53% സ്ഥലത്ത് മാത്രം നിയന്ത്രണമുണ്ടായിരുന്ന ഇസ്രയേൽ ഇതിനകം തന്നെ അത് 64% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗാസയിലെ 20 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ കൂടുതൽ ചെറിയ പ്രദേശങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നതാണ് ഇസ്രയേലിന്റെ പുതിയ നീക്കമെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം മാത്രം ഇസ്രയേൽ നടത്തിയ കരാർ ലംഘനങ്ങളിൽ 929 പലസ്തീനുകൾ കൊല്ലപ്പെടുകയും 2811 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ സൈനികരും സുരക്ഷാ സേനയും പലസ്തീൻ തടവുകാരെയും ദുർബല വിഭാഗങ്ങളെയും ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കിയെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ. വെള്ളിയാഴ്ച പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലാണ് ഇസ്രയേലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഡസൻ കണക്കിന് കേസുകൾ UN രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന് പിന്നാലെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെതിരെ കടുത്ത വിമർശനവുമായി ഇസ്രയേലും രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ ഓഫീസുമായുള്ള എല്ലാ ഔദ്യോഗിക ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതായും ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തടവുകാരെയും കസ്റ്റഡിയിലുള്ളവരെയും ആസൂത്രിതമായി ബലാത്സംഗം ചെയ്യുന്ന രാജ്യങ്ങളുടെയും സായുധ ഗ്രൂപ്പുകളുടെയും കരിമ്പട്ടികയിലാണ് UN ഇസ്രയേലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണത്തിനായി എത്തുന്ന UN പ്രതിനിധികൾക്ക് രാജ്യത്തേക്ക് മതിയായ പ്രവേശനം നൽകിയില്ല എങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ ഗുട്ടറസ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയതുമാണ്. 2023 മുതലുള്ള കേസുകൾ പരിശോധിച്ചാണ് UN ഈ ലൈംഗിക അതിക്രമ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പലസ്തീനെതിരെ ഇസ്രയേൽ സൈന്യം നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ പീഡനമുറയായി ഉപയോഗിച്ചതിന് 31 സ്ഥിരീകരിച്ച കേസുകൾ റിപ്പോർട്ടിൽ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും തടങ്കൽ പാളയങ്ങളിലാണ് നടന്നത്. ഇരയാക്കപ്പെട്ടവരിൽ 10 പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു എന്നുള്ളത് സംഭവത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ബലാത്സംഗം, കൂട്ടബലാത്സംഗം, ബലാത്സംഗ ശ്രമങ്ങൾ, അതിക്രമങ്ങൾ, നിരന്തര ബലാത്സംഗ ഭീഷണികൾ തുടങ്ങി കടുത്ത രീതിയിലുള്ള അതിക്രമങ്ങളാണ് പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തിയതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രയേൽ സൈനിക സേന, ഇസ്രയേൽ ജയിൽ സർവീസ്, കേറ്റോ പ്രത്യേക സേന, പോലീസ്, കൗണ്ടർ ടെററിസം യൂണിറ്റ് തുടങ്ങി ഇസ്രയേലി സുരക്ഷാ സംവിധാനങ്ങളുടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് UN കണ്ടെത്തിയിട്ടുണ്ട്. UN റിപ്പോർട്ട് ലജ്ജാകരവും അസംബന്ധവുമാണെന്നാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂടി അറിയിച്ചത്. ഐക്യരാഷ്ട്രസഭ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതും അഴിമതി നിറഞ്ഞതുമായ ഒരു സംഘടനയായി മാറിയെന്നും അതിന്റെ യഥാർത്ഥ തത്വങ്ങൾ കൈവിട്ട ഇസ്രയേലിനെ ലക്ഷ്യം വെക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും മന്ത്രാലയം കുറ്റപ്പെടുത്തി. നിലവിലെ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിന്റെ കാലാവധി വരുന്ന ഡിസംബർ 31 അവസാനിക്കുക. അതുവരെ ഈ ബഹിഷ്കരണം തുടരുമെന്നും പുതിയ സെക്രട്ടറി ജനറൽ ചുമതലയേൽക്കുന്നതുവരെ കാത്തിരിക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.